എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് റിവ്യൂ ഇത്തിരി താമസിച്ചു പോയിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പം അലീനയും മനുവും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ആ 3 മക്കളെയും ഞാനിങ്ങനെ എടുത്തു എന്ന്. രോഹിത്തിനെ വരെ മെരുക്കാൻ പറ്റിയല്ലേ എന്ന് മനു ചോദിക്കുമ്പം അവനെയും എന്നോടൊപ്പം നിർത്താൻ സാധിച്ചു എന്ന് അലീന പറയുന്നുണ്ട്. എന്നിട്ട് അലീന തന്നെ ഇങ്ങനെ ഇത്തിരി വിഷമത്തോടെ പറയുവാണ്, ഒരാളെ ഒഴികെ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, ആ ആൾ വൈജമാടം അല്ലേ എന്നിങ്ങനെ കളിയാക്കി പറയുന്ന പോലെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, അത് നീ പിടിച്ചാൽ ചായുന്ന കൊമ്പല്ല. ചില വന്യമൃഗങ്ങളെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചാലും അതങ്ങ് മെരുങ്ങത്തില്ല. ആ ഒരു എണ്ണത്തിൽപ്പെട്ടതാണ് അത് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് രോഹിത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ ഇവിടുത്തെ ലാബിലുണ്ടാക്കിയതാ മനുവേട്ടൻ കുടിച്ച് നോക്കുക എന്ന്. നേരെ ലാബിലോ, ഏത് ലാബിൽ എന്നിങ്ങനെ ഇത്തിരി വിഷമത്തോടെ മനു ചോദിക്കുമ്പം, അതല്ല നീ ഇവിടുത്തെ അടുക്കളയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അതെനിക്കൊരു പരീക്ഷണശാലയാണ്. അവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതായെന്ന് പറയുമ്പം, ഇത് കുടിച്ചാൽ ചത്തുപോടാ എന്ന് ചോദിച്ചാണ് മനു അത് കുടിക്കുന്നത്. എന്നിട്ട് ഇതെന്നതാടാ പഞ്ചസാര ലായനിയാണോ എന്ന് ചോദിക്കുമ്പോൾ, എങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യാൻ ഞാൻ വേറെ വെള്ളം തരാം, ഏതായാലും രണ്ടും കൂടെ കലർത്തി കുടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം മനു ഇവൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇവനങ്ങ് സ്മാർട്ടായി പോയല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയാം, അവൻ പണ്ടും സ്മാർട്ടായിരുന്നു എന്ന് പറയുക. അന്നേരം മനു പറയുന്നുണ്ട്, ഇവനിങ്ങനെ ഇവിടെ നിർത്തിയാൽ ശരിയാകിയല്ല, കോളേജിലൊക്കെ വിടണമെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ആ കാര്യം ഞാൻ അച്ഛനോട് സംസാരിക്കാനിരിക്കുവാണ് എന്ന്. ഇത് കേൾക്കുന്ന രോഹിത്ത് പറയും, വേണ്ട ചേച്ചി, അച്ഛനോട് സംസാരിച്ചാലേ ശരിയാകുമൊന്നുമില്ല. ആ മാനേജ്മെൻറ്റ് എന്നെ ഇപ്പോഴേ പുറത്താക്കി കഴിഞ്ഞു കാണും. അവർ ചീഞ്ഞ ആപ്പിളെടുത്ത് പുറത്ത് കളയും, അതാണ് അവരുടെ ശീലം എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് വിഷമിച്ച് പോകുമ്പം മനു പറയുന്നുണ്ട്, അവൻ്റെ കാര്യം ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന്. എന്നിട്ട് മനു അലീനയോട് ചോദിക്കും, ഇപ്പോൾ തനിക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ, ശബ്ദമൊക്കെ ഇത്തിരി ക്ലിയറായി തുടങ്ങിയല്ലോ എന്ന് പറയുമ്പം, അത് മനുവേട്ടം വന്നതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം മനു തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എന്താ ചാർജറാണോ എന്ന്. അന്നേരം ചാർജറാ, മനുവേട്ടം വന്ന സന്തോഷം കൊണ്ടാണ് എനിക്ക് കുറഞ്ഞത് എന്ന് അലീന പറയുന്നുണ്ട്. ആ കണ്ണുകളിൽ അലീനയ്ക്ക് മനുവിനോടുള്ള സ്നേഹം കാണുകയും ചെയ്യാം. പിന്നെ കാണിക്കുന്നത് രോഹിത്ത് പോയി കുറേ നേരം കഴിഞ്ഞ് വാതിൽ തുറക്കുന്നതാണ്. അന്നേരത്തേക്കും ബബിത വരുവേ. അന്നേരം ബബിതയോട് ചോദിക്കും, നീ തന്നെയുള്ളോ, കൃഷ്ണമോൾ വന്നില്ലേ എന്ന്. അന്നേരം കൃഷ്ണമോൾ എൻ്റെ കൂടെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അവളെ നീ കൂട്ടിക്കൊണ്ട് വരാതിരുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ, അവൾക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്തത്, കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ എന്ന് പറയും. അന്നേരം രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് മര്യാദയ്ക്ക് നേരത്തെ പറയാൻ മേലായിരുന്നോ എന്ന്. അന്നേരം എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എന്തേ ഇവിടുത്തെ കുഞ്ഞാവയ്ക്ക് എങ്ങനെയുണ്ട്, കുറഞ്ഞോ എന്ന് ചോദിക്കുവാണ്. അലീനയാണ് ഉദ്ദേശിച്ചത്. അന്നേരം ഇപ്പോൾ വലിയ കുഴപ്പമില്ല, മനുവേട്ടൻ വന്നായിരുന്നു, മരുന്നൊക്കെ ആയിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു മരുന്ന് മേടിച്ചുകൊണ്ട് വന്നെന്ന്, അത് കഴിച്ചിട്ട് കിടക്കുവാണ്. ഇപ്പം ഇത്തിരി ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ, മനുവേട്ടൻ വന്നായിരുന്നോ, എങ്കിൽ കുറഞ്ഞ് കാണും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അലീനയുടെ റൂമിലോട്ട് വരുന്നു. അന്നേരം അലീന എഴുന്നേറ്റിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി തുടങ്ങുക. അന്നേരം കറക്റ്റ് ബബിത കയറി വന്നിട്ട്, എങ്ങോട്ടാണ് എഴുന്നേറ്റ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത്തിരി വെള്ളം കുടിക്കാനാ എന്ന് പറയും. അന്നേരം അങ്ങനെ വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനല്ല ഇവിടെ രോഹിയേട്ടനെ നിർത്തിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇത്തിരി വെള്ളം ചൂടാക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ, അതും ഇവിടെ ചെയ്ത് തരാൻ ആളില്ലേ, അത് പറഞ്ഞ് ചെയ്തു തരികയല്ലേ, അന്നേരം കട്ടിലേന്ന് ചാടി ഇറങ്ങിക്കോണം, അതെങ്ങനെയാണ് ഇത്തിരി കുറഞ്ഞു എന്ന് പറയുമ്പോഴേ അങ്ങ് ചാടി എഴുന്നേറ്റോളും, അപ്പോൾ പിന്നെയും പനി കൂടുമല്ലോ, കുറേ ദിവസം കൂടെ കട്ടിലേക്ക് കിടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഇങ്ങനെ അലീന വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അന്നത്തേക്കും അവിടെ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കും കുറച്ച്, എന്നിട്ട് കുടിക്കാൻ കൊടുക്കും. അന്നേരം ഇനി വേണമെന്ന് ചോദിക്കും. അലീന വേണ്ട എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇവിടെ മര്യാദയ്ക്ക് കിടന്നു, ഞാൻ പോയി ചൂടുവെള്ളം വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയുവാണ്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിയേട്ടനോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, നോക്കണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ എന്താ ചെയ്തത്, എന്നോട് ചോദിച്ചാലേ എനിക്ക് വെള്ളം എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും. എന്തെങ്കിലും എന്നാൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞങ്ങ് പോകുവാണ്. പോയി കഴിയുമ്പോഴേക്കും രോഹിത്ത് അലീനയോട് പറയുവാണ്, അവളെ അമ്മയുടെ വേറൊരു വകഭേദോ, അതുകൊണ്ട് മര്യാദയ്ക്ക് കട്ടിലേക്ക് കയറി കിടന്നു, അല്ലെങ്കിൽ അതിന് വേറെ ചീത്ത കേൾക്കേണ്ടി വരുമെന്ന്. അന്നേരം അലീന കട്ടിലേക്ക് കയറി കിടക്കുന്നു. അന്നേരം ബബിത ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്തു തരുന്നതെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ അലീനയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ രോഹിത്ത് ചോദിക്കുമ്പോൾ, എന്തിനു ചേച്ചി കരയുന്നത്, അവൾ പറയണത് കേട്ടിട്ടാണോ, അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ, അതുകൊണ്ടൊന്നുമില്ല, അവളെയും നിന്നെയൊക്കെ ദൈവം എനിക്ക് തന്നല്ലോ എന്നോർത്താൽ ഞാൻ കരഞ്ഞത്, എനിക്ക് സന്തോഷം കൊണ്ടാണ്, നീ പേടിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പം, ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങളെല്ലാവരും ചേച്ചിയുടെ കൂടെയുണ്ട് എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ ബബിത കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ട് ഒരു തോർത്ത് ആ വെള്ളത്തിൽ മുക്കി മുഖമൊക്കെ തുടച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ബാമൊക്കെ പുരട്ടി വേർപ്പൊക്കെ ആയി അങ്ങനെ മുഖവും കഴുത്തുമൊക്കെ കുഴഞ്ഞിരിക്കുമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ തുടയ്ക്കാൻ വന്നതെന്ന് പറഞ്ഞ് മുഖമൊക്കെ തുടയ്ക്കും, കൈയും തുടയ്ക്കും, കാലും ഒക്കെ തുടച്ചു കൊടുക്കുക. അന്നേരം അലീന ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് നീ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പം, ചേച്ചി രോഹിയേട്ടന് ചെയ്തു കൊടുക്കുന്ന കണ്ട് പഠിച്ചതാന്ന് പറയും. അങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് ചെയ്തു തന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ചെയ്തു തന്നാണോ, ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തന്നാണെന്ന് കരുതിയെന്ന് പറയുമ്പോൾ, പിന്നെ സ്നേഹിക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞിട്ട്
അങ്ങോട്ട് ബബിത പോകുന്നു. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബബിതയുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞ് അലീനയ്ക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ബബിത പനി ആയതുകൊണ്ട് തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡും റസ്ക്കും ബിസ്ക്കറ്റും പിന്നെ കുടിക്കാനുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നത്. എന്നിട്ട് വൈജയന്തി ചോദിക്കും, നിനക്ക് അടുക്കളയിൽ എന്താ പരിപാടി, നീ എന്നതാ അടുക്കളയിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന ചേച്ചിക്ക് പനിയാണ്, അതുകൊണ്ട് ചേച്ചിക്ക് കൊടുക്കാനുള്ള ഫുഡാണ് ഇത് എന്ന് പറയും. അന്നേരം അലീന ചേച്ചിയോ, നിനക്കും അവൾ ശത്രുവായിരുന്നല്ലോ, എന്നുതൊട്ടാ ചേച്ചി ആയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അച്ഛൻ പറഞ്ഞു, അന്നേരം നീ അങ്ങനെ ചെയ്യുമോ, നീ വേറെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുത്തോ, പക്ഷെ അവൾക്ക് മാത്രം അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നത്, ഈ വീട്ടിലുള്ള ഒരാളെ ഞാൻ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ അയാളോട് ഇത്തിരി മര്യാദയ്ക്ക് പെരുമാറുന്നതാണോ അമ്മയ്ക്ക് ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഈ വീട്ടിലെ വേലക്കാരിയെ പരിചരിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല എന്ന് പറയും. അമ്മയ്ക്ക് എന്താ പ്രശ്നം, ഞാൻ ഈ വീട്ടിൽ ഇത്തിരി മര്യാദയോടുകൂടി പെരുമാറുന്നത്, വേറൊരാളോട് അലുവോടുകൂടി പെരുമാറുന്നത്, ഇതൊക്കെയാണോ അമ്മയ്ക്ക് പ്രശ്നം, അതൊക്കെയാണോ വലിയ കുറ്റമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അതേടി ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ നിനക്കൊക്കെ കുറ്റമായിട്ട് തോന്നും, അവളുടെ കൈവശത്തിൽ നീയും അങ്ങ് വീണുപോയി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം അമ്മ ഈ രീതിയിൽ സംസാരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. അന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് നീ വല്ലതും കേൾക്കുമെന്ന് വൈജയന്തി പറയുമ്പോൾ ഇത്രയും നേരം അമ്മയുടെ വായിൽ നിന്ന് വന്നത് തന്നെയല്ല ഞാൻ കേട്ടുകൊണ്ട് നിന്നത് എന്ന് വൈജയന്തിയോട് തിരിച്ചു ചോദിക്കുവാണ് ബബിത. അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനും ഇവിടെ പനിയായിട്ടൊക്കെ കടന്നിട്ടുണ്ട്, നീയോ കൃഷ്ണയോ അതുപോലെ രോഹിതോ എനിക്കൊരു ഇല മാറ്റി വെച്ച് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മ അന്ന് പനിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് അമ്മയെ നോക്കാൻ ഇവിടെ വേലക്കാരി ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അവരായിരുന്നു, അതുപോലെയാണോ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഓ നീ എന്നോട് ന്യായം പറയാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം ബബിത ഒട്ടും കൂസലില്ലാതെ പറയുവാണ്, ന്യായം പറയേണ്ടടുത്ത് ന്യായം പറയും, അല്ലാതെ മിണ്ടാതെ നിൽക്കണോ എന്ന്. അന്നേരം നീയൊക്കെ എന്നെ വേണമെങ്കിലും ചെയ്തോ, ഇങ്ങനെ നന്ദിയില്ലാത്ത കുറേ എണ്ണങ്ങളെ ആണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോകുമ്പം അമ്മയ്ക്ക് കാപ്പി വേണോ എന്ന് ചോദിക്കുവാണ് ബബിത. അന്നേരം നിൻ്റെ മറ്റവൾക്ക് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. ഏതായാലും ബബിതയ്ക്ക് വലിയ കുലുക്കമൊന്നുമില്ല, അമ്മയുടെ ചെറിയൊരു പതിപ്പാണെന്ന് തോന്നുന്നു. അവൾ ആ ഫുഡ് എടുത്തുകൊണ്ട് നേരെ അലീനയുടെ റൂമിലോട്ട് ചെല്ലും. എന്നിട്ട് ഇത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വെച്ചാൽ മതി, എടുത്ത് കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റത്തില്ല, എനിക്കത് എടുത്ത് വായി വെച്ച് തന്നെ എന്ന് പറയും. അന്നേരം അതെന്താ കൈ കൊണ്ട് എടുത്ത് കഴിക്കാൻ മേലെ ചോദിക്കുമ്പം പറ്റിയല്ല, ഭയങ്കര ക്ഷീണമാണെന്ന് പറയുവാണ്. അലീന മനഃപൂർവ്വം പറയുന്നതാണ്, അവളത് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നു. അന്നേരം ഓരോന്നും തീരുമ്പോൾ അതുകൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ തവണ വായിൽ വെക്കുമ്പോഴും ബബിതയുടെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി, അങ്ങനെയൊന്നും അലീനയ്ക്ക് ആരും ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് കൂടപ്പിറപ്പ്, അതിൻ്റെ ഒരു സ്നേഹം അലീനയുടെ കണ്ണുകളിലുണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ മോൾ ഇനി പൊക്കോ, ഞാൻ ബാക്കി കഴിച്ചോളാം എന്ന് പറയുമ്പം ഇത്ര ചെയ്ത് തരാമെങ്കിൽ ബാക്കിയും കൂടെ എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ് അവളത് മൊത്തം കൊടുത്തിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അലീന അത് ബബിത കാണാതെ തുടച്ചൊക്കെ കളയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രോഹി മുറ്റമടിക്കുന്നതാണ്. അലീന പണി മുടക്കിയതോടുകൂടി എല്ലാവർക്കും ഓരോ പണിയുണ്ട്. രോഹി സന്തോഷത്തിനായിട്ട് മുറ്റമടിക്കുന്നത്. അന്നേരം അത് കണ്ടുകൊണ്ട് വരുന്ന കൃഷ്ണമോളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ ഓ വേണ്ട, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നു. അപ്പം ഈ അടിച്ചു കൂട്ടി വെച്ചേക്കുന്നതിൻ്റെ മണ്ടേക്കടെയാണ് ബാലേന്ദ്രൻ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത്. അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ രോഹിത്തിന്. അന്നേരം നീ എന്താണ് ഈ ചൂലൊക്കെ ആയിട്ട് നിൽക്കുന്നത്, ഇവിടെ തല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ മുറ്റമടിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം എങ്കിൽ പണി മുടക്കണ്ട, നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അന്നേരം ഈ അടിക്കുന്നത് കുറച്ച് അങ്ങ് കയറിപ്പോയി കഴിയുമ്പോൾ കൃഷ്ണമോള് ബാലേന്ദ്രനെ വിളിച്ച് കാണിക്കും. അന്നേരം നീ എന്നതാടാ ഈ കാണിക്കുന്നത്, വല വീശുന്ന പോലെയാണോ മുറ്റമടിക്കുന്നത്, അറിയാവുന്നവർ ചെയ്യുന്നത് കണ്ടു പഠിക്കണമായിരുന്നു ഇതിനു മുമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് എഴുതിയിട്ട് വേണമല്ലോ ഇനി മുന്നോട്ട് ജീവിക്കാൻ, വേറെ പണിയൊന്നുമില്ല, എന്നാൽ അച്ഛന് നന്നായിട്ട് അറിയെങ്കിൽ അച്ഛൻ വന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യമില്ല, നീ തന്നെ ചെയ്തോ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകും. അങ്ങനെ അകത്തേക്ക് പോകുന്ന ബാലേന്ദ്രൻ നേരെ അലീനയുടെ അടുത്താണ് ചെല്ലുന്നത്. തൊട്ട് നോക്കുന്നു പനി കുറഞ്ഞോ എന്നൊക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പം പനി കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പം നല്ല ക്ഷീണമുണ്ട്, മേലുനൊമ്പരമുണ്ട്, പനി കുറച്ച് കുറഞ്ഞു എന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ബബിതയാണ് നോക്കുന്നത്. കട്ടിലേന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പം അവൾ പറഞ്ഞെങ്കിൽ അത് കേൾക്കുന്നത് നല്ലതാണ്, അമ്മയുടെ ചെറിയൊരു പതിപ്പ്, അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കും ഒരു ചായ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന്. അന്നേരം ബബിത ചേച്ചി രാവിലെ അടുക്കള കയറിയിട്ടുണ്ട്, ഈ കാര്യം ഞാൻ അവിടെ പോയി അറിയിക്കാമെന്ന് പറയും. എന്നിട്ട് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പം അലീന പറയുന്നുണ്ട് ഏതായാലും എനിക്ക് പനി വന്നത് നന്നായി, അച്ഛനും മക്കളും സന്തോഷത്തോടു കൂടി പരസ്പരം സംസാരിക്കുന്നതും പെരുമാറുന്നതും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ, പൊതുശത്രു വീഴുമ്പം ബാക്കിയുള്ളവർ ഒരുമിക്കും, അങ്ങനെയാണ് ഞങ്ങൾ മിണ്ടാൻ തുടങ്ങിയതെന്ന് പറയുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുവാണ് അലീന. അന്നേരം ഇല്ല മോളെ, നിൻ്റെ സ്നേഹത്തിൻ്റെ സത്യം അവർക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ടാണ് അവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയും. അത് കഴിഞ്ഞ് പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോകുമ്പം ഇതൊക്കെ ഓർത്തിങ്ങനെ കിടക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ്
ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ജസ്റ്റ്. അതിൻ്റെ അകത്തും അലീനയ്ക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്ന ബബിതയെ കാണിക്കുന്നുണ്ട്. ബബിത കഞ്ഞി കൊണ്ട് കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പം എനിക്ക് കോരി തരണം, അല്ലാണ്ട് ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും കോരി കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ബബിതയുടെ ഇങ്ങനെ കവളിൽ പോയി തൊട്ടിട്ട് ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് ഉമ്മ വയ്ക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അലീന. അന്നേരം ഒന്ന് മര്യാദയ്ക്കിരുന്നേ, ഞാനൊന്ന് തരട്ടെ എന്നൊക്കെ പറഞ്ഞ് ബബിത കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട്. അവൾക്ക് അതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും നല്ല രസമുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്ന്.